നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിക്കാത്ത ദിവസങ്ങൾ ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകില്ല. സാധാരണ ബേക്കറിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് പോലും നമ്മളിപ്പോൾ UPI ആശ്രയിക്കുന്നുവെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. എന്നാൽ വിപണിയിൽ ഫോൺ പേയുടെയും ഗൂഗിൾ പേയുടെയും ആധിപത്യം ഒരുപാട് വർദ്ധിക്കുന്നുവെന്നാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ പറയുന്നത്. അതുകൊണ്ട് UPIകൾക്ക് ചെറിയൊരു പ്രശ്നമാണ് ഇനി നേരിടേണ്ടി വരിക. ഇടപാടുകൾ പരിമിതപ്പെടുത്താൻ ഒരുങ്ങുകയാണ് NPCI. ഇത് വമ്പൻ ആപ്പുകൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. നിലവിൽ UPI ഇടപാടുകൾ എത്ര വേണമെങ്കിലും നടത്താം. യാതൊരു പരിധിയും ഇക്കാര്യത്തിലില്ല. നിത്യേനയുള്ള ഇടപാടുകളിൽ അതുകൊണ്ട് ഗൂഗിൾ പേയും ഫോൺ പേയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് UPIയെ ഏറ്റവും ജനപ്രിയമാക്കിയത്. കൂടുതൽ ആളുകൾ UPI ഉപയോഗിക്കുന്നത് പരിധികളില്ലാത്ത ഇടപാടുകൾ കാരണമാണ്. എന്നാൽ പ്രശ്നം ഇവിടെയല്ല. വിപണിയിലെ UPI ഇടപാടുകളിൽ 80% ഗൂഗിൾ പേയിൽ നിന്നും ഫോൺ പേയിൽ നിന്നുമാണ്. അക്കാര്യത്തിലാണ് NPCIക്ക് ആശങ്കയുള്ളത്. ഇന്ത്യൻ UPI ആപ്പുകൾക്ക് ഈ ഇടപാടുകൾ കൊണ്ട് കാര്യമായ നേട്ടമുണ്ടാകുന്നില്ല. UPI മൊത്തം സന്തുലിതാവസ്ഥയെ തന്നെ ഈ ആധിപത്യം ബാധിക്കുമെന്നാണ് പേയ്മെന്റ് കോർപ്പറേഷൻ കരുതുന്നത്. ഇത് ന്യായമായ സംശയവുമാണ്. കാരണം ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഗൂഗിൾ പേക്കോ ഫോൺ പേക്കോ വന്നാൽ ഇന്ത്യയിലെ UPI യൂസർമാരിൽ 3/4 ഇടപാടുകൾ നടത്താനാവാതെ പ്രതിസന്ധിയിലാകും. ഇത് മൊത്തം ബാങ്കിംഗ് മേഖല ഇടപാടുകളെ പോലും താളം തെറ്റിക്കും. ഓരോ ആപ്പിലും നിത്യേന ഇടപാടുകൾ നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മറ്റ് ആപ്പുകൾ ഉപയോഗിക്കാനും യൂസർമാർ ശ്രമിക്കും. ഇത് വിപണിയിൽ ഒരു ബാലൻസിംഗ് കൊണ്ടുവരും. കൂടുതൽ മികവുറ്റ ഫീച്ചറുകളുമായി ഇന്ത്യൻ ആപ്പുകൾ രംഗത്ത് വരാനും ഇത് സഹായിക്കും. യഥാർത്ഥത്തിൽ ഗൂഗിൾ പേ പോലുള്ള വിദേശ UPI ആപ്പുകളെ ലക്ഷ്യമിട്ടാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അതേസമയം എത്രയായിരിക്കും ഇടപാടുകളുടെ നിയന്ത്രണം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല.